ഹാഡിയേഴ്സ് വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ. അതെ, സമഗ്ര ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 സെറ്റുകളുണ്ട് മക്കളെ. അതിൽ ആദ്യത്തെ സെറ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മക്കളെ 100% എഴുതി വെച്ചോ. ഇത് നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് സാറ് പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഏറ്റവും വിലപ്പെട്ടതാണ്. അതെൻ്റെ മക്കൾ എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം. ആദ്യത്തെ ചോദ്യം നോക്കണ, ഈ ചിത്രം നോക്കാൻ പറഞ്ഞു. ഇത് നമുക്കറിയാം mRNA ആണ്, tRNA ആണ്, RNA ആണ്. ഇതിൽ ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടോ നോക്കുക. അപ്പോൾ അതാണ് mRNA, tRNA, RNA. ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്, അത് നോക്കി വെക്കുക. ഇനി രണ്ടാമത്തത്, ഇതിൽ മൈലിൻ ഷീറ്റ് വിച്ച് സെൽ ഫോം ദ മൈലിൻ ഷീറ്റ്. മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിട്ട് കോശങ്ങൾ ഏതെല്ലാം നോക്കിക്കോ. ഒളിഗോഡെൻഡ്രോസൈറ്റ് ഉണ്ട്, മൈക്രോഗ്ലിയൽ സെൽസ് ഉണ്ട്, ഷ്വാൻ സെൽ ഉണ്ട്, ആസ്ട്രോസൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ മൈലിൻ ഷീറ്റ് ഉണ്ടാക്കിയ രണ്ടാൾക്കാരാണ് ഒളിഗോഡെൻഡ്രോസൈറ്റും ഷ്വാൻ സെല്ലും. അങ്ങനെ എല്ലടാ ഉണ്ടായത്. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചതാ. ഇനി മൂന്നാമത്തത്, ഇത് മാറ്റി ഫോളോയിങ് നോക്കുക. ഇൻസെക്റ്റ് ഷഡ്പദങ്ങളാണെങ്കിൽ ഒമാറ്റിഡിയാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് 4, പാമ്പാണെങ്കിൽ ജേക്കബ്സൺസ്. അപ്പോൾ പി എന്ന് പറയുന്നത് 4ഉം ക്യൂ എന്ന് പറഞ്ഞ 1ഉം. അങ്ങനെ ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കുക. യെസ് അല്ലേ, ഓപ്ഷൻ ബി അല്ലേ. അപ്പോൾ ആൻസർ ഇതാണ്. ഇവിടെ 1, 2 നമ്മൾ പറഞ്ഞ ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ ഈ 3 ആൻസർ പറഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ഓഫ് ദ പാർട്ട് വെസ്റ്റിബുലാർ സിസ്റ്റം. വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ പെട്ടത് ഇതിൽ ഏതാ ചോദിച്ചു. നോക്കിക്കോ. സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ. സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ. കോക്ലിയ ഇതിലില്ല, വെസ്റ്റിബുലാർ സിസ്റ്റത്തിലില്ല. അപ്പോൾ അതല്ല. ഇനി കോക്ലിയ, വെസ്റ്റിബുലർ ഹയർ സെൽസ്. യെസ്, ഇത് നമ്മളെ എന്തിലുണ്ട്. കോക്ലിയ ഇതിലില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ സെമി സർക്കുലർ കനാലിൻ്റെ ഭാഗം നമ്മുടെ 3ാം ചാപ്റ്ററിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കണം. സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, ഹയർ സെൽസ്. ഈ 3 ആൾക്കാരാണ് ഉള്ളത് വെസ്റ്റിബുലാർ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ നമ്മളെ ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ് ആൻസർ സാർ. സി ആണ് കറക്റ്റ് ആൻസർ. സമഗ്ര ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ മക്കളുടെ കയ്യിലില്ലേ? അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്ത ഈ ചിത്രം നോക്ക്. 1ാം ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ നെയിം ദി സ്റ്റേജ് ഓഫ് ദ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിന്റെ ഈ സ്റ്റേജ് ഏതാ ചോദിച്ചു. ഇത് ഏതാ? ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ. നോക്കടാ, ഇവിടുന്ന് ഒരു mRNA ഉണ്ടാവുന്നല്ലേ. അപ്പോൾ അതെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഇനി രണ്ടാമത് ചോദ്യം നോക്കടാ. ഈ ഒരു മോളിക്യൂൾ ലേബിൾഡ് എക്സ്, ഇവിടെ എക്സ് അടയാളപ്പെടുത്തിയതാണ് mRNA ആണ് കേട്ടോ. mRNA ആണ് എക്സ്. അപ്പോൾ ആ ചിത്രം എൻ്റെ മക്കൾ നോക്കിയിരിക്കണം. ആ mRNA പ്രോട്ടീൻ സിന്തസിസിന്റെ റോൾ എന്താ? mRNA ഫുൾ ഫോം എന്താ? മെസ്സഞ്ചർ RNA. ഇത് എവിടെ നിന്നാണ് മെസ്സേജ് കിട്ടുന്നത്? DNA-യിൽ നിന്നല്ലേ. അപ്പോൾ DNA-യിലുള്ള മെസ്സേജിനെ എവിടേക്ക് എത്തിക്കുന്നു? റൈബോസോമിലേക്ക് എത്തിക്കുക. ക്യാരി മെസ്സേജസ് ഫ്രം DNA ടു റൈബോസോം. അത് എഴുതി വെച്ചാൽ മതി. 2 മാർക്കാണ്. ഇനി റീസൺ എഴുതാൻ, കാരണം എഴുതാനുള്ളതാണ്. കളർ ബ്ലൈൻഡ്നെസ് എഫക്ട് മെയിൽ മോർ ഫ്രീക്വൻലി. ആണുങ്ങൾക്കാണ് കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്തത പെണ്ണിനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത്. കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പച്ച, അതേപോലെ ചുവപ്പ്, റെഡും ഗ്രീനും കാണാൻ പറ്റാത്ത അവസ്ഥക്ക് വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്തത. ഈ റെഡും ഗ്രീനും കളറിന് കാരണമായ ജീന് ഏത് ക്രോമസോമിലുണ്ടാവുക? എക്സ് ക്രോമസോമിലല്ലേ. അപ്പോൾ എക്സ് ക്രോമസോമിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ശ്രദ്ധിക്കുക. റെഡ്, ഗ്രീന്, ചുവപ്പ്, പച്ച കളർ നമ്മളൊക്കെ കാണാൻ കാരണം അതിന് കാരണമായ ജീന്, ആ നിറം മനസ്സിലാകാൻ കാരണമായ ജീന് ഏത് ക്രോമസോമിലുള്ളത്? എക്സ് ക്രോമസോം. ആ എക്സ് ക്രോമസോമിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്തണ്ടാവും. അപ്പോൾ ആണിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് 44+ XY-യും ഫീമെയിലിൻ്റെ അങ്ങനെ പെണ്ണിൻ്റെത് XX അല്ലേ. അപ്പോൾ ആണിന് ഈ എക്സ് ക്രോമസോമിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അവൻ എന്തുണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട്? കളർ ബ്ലൈൻഡ്നെസ്, വർണ്ണാന്തത ഉണ്ടാവാൻ ചാൻസ് കൂടുതലല്ലേ. എന്നാൽ പെണ്ണിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് പെണ്ണിന് ഒരു വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ് ഒന്നുണ്ടായാലും മറ്റ് എക്സ് ക്രോമസോം അവിടെ ഉണ്ടായതുകൊണ്ട് പെണ്ണിന് എന്തുണ്ടാവുന്നില്ല? ആണിനേക്കാൾ കൂടുതൽ വർണ്ണാന്തത, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നില്ല. കിട്ടൂല മക്കളെ. ഈ ഒരു ഭാഗത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂലേ. ഇനി അടുത്ത്, കോൺ സെൽസ് പ്രൊവൈഡ് കളർ വിഷൻ. കോൺ കോശങ്ങൾ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നു. അതിന് കാരണം എന്താ മക്കളെ? കോൺ കോശങ്ങൾ 3 അല്ലേ. ഏതൊക്കെ? S, M, L അല്ലേ. കോൺ കോശങ്ങൾ 3 അല്ലേ. ഏതാണ്? S ഉണ്ട്, M ഉണ്ട്, L ഉണ്ട്. S കോൺസെൽ ഏതിനാണ്? ബ്ലൂ കളർ, നീല കളർ. എമ്മോ? ഗ്രീന്, യെല്ലോ, റെഡ് കളർ. അപ്പോൾ കോൺ കോശങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണ്. ആ ഭാഗത്തുനിന്ന് ചോദിക്കും, എക്സാം പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പഠിച്ചു വെക്കുക. ഇപ്പം 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി 6ൽ ബി ഉണ്ട്. ബി നോക്കട്ടോ.
അനലൈസ് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി ടു ഫ്ലൂയിഡ്, അതായത് കണ്ണിലുള്ള രണ്ട് ദ്രാവകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് വാട്ടർലി ഫ്ലൂയിഡ്, അതായത് ജലസാദൃശ്യമുള്ള ദ്രവം. മറ്റേതെന്താ? ജെല്ലി പോലുള്ള ദ്രവം. ജലസാദൃശ്യമാണെങ്കിൽ അത് അക്വസ് ദ്രവം, അക്വസ് ഹ്യൂമറാണ്. ജെല്ലി ആണെങ്കിലോ വിട്രിയസ് ദ്രവം, വിട്രിയസ് ഹ്യൂമറാണ്. അത് ഓർത്തു വെക്കുക. ഐഡന്റിഫൈ ഇത് നമ്മൾ പറഞ്ഞു. എയും ബി എന്താ? എ അക്വസ് ഹ്യൂമർ, അക്വസ് ദ്രവം. ബി എന്താ? വിട്രിയസ് ഹ്യൂമർ, വിട്രിയസ് ദ്രവമാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ഫ്ലൂയിഡ്? ഓരോ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. അക്വസ് ദ്രവത്തിൻ്റെ പ്രത്യേകത കോർണിയക്കും ലെൻസിനും ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി കോർണിയ ആൻഡ് ലെൻസ്. അതേപോലെ തന്നെ റെഗുലേറ്റ് പ്രഷർ. ഒന്ന് എഴുതിയാൽ മതി. ഇനി വിട്രിയസ്, ജെല്ലി ലൈക്കുള്ളത് വിട്രിയസ് അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്താ? മെയിൻറ്റെയിൻ ദി ഷേപ്പ് ഓഫ് ദി ഐബോൾ. കണ്ണിൻ്റെ ഗോളാകൃതി എപ്പോഴും എന്താവുക? നിലനിർത്തുന്നത് ആരാണ്? നമ്മളെ വിട്രിയസ് ദ്രവം, വിട്രിയസ് ഹ്യൂമറാണ്. ഓർത്തു വെക്കണം. ഇനി ഏഴാമത്തെ ചോദ്യം നോക്ക്. വാക്സിനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസസ്. വാക്സിൻ എങ്ങനെയാണ് രോഗങ്ങൾക്കെതിരെ പോരാടാൻ ആയുധമാകുന്നത്? വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റിമുലേറ്റ്, അതായത് വാക്സിൻ അടിച്ചുകൊണ്ട് നമ്മളെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമ്മളെ ബോഡീൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ എന്താക്കുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഉത്തേജിപ്പിക്കും. അതെന്താവും? ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ബോഡി അഗെയിൻസ്റ്റ് പാത്തജൻ. ആ പാത്തജൻസിനെതിരെ എന്തുണ്ടാക്കും? ആൻറ്റിബോഡി ഉണ്ടാക്കാൻ സഹായിക്കും. നമ്മൾ വാക്സിൻ്റെ ഭാഗത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയി പറഞ്ഞതാണ്. വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മളെ ബോഡിയിലേക്ക് കയറിയിട്ടുള്ള പാത്തജനെ നശിപ്പിക്കാനുള്ള എന്തുണ്ടാക്കും? ആൻറ്റിബോഡീസുകൾ ഉണ്ടാക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്ക് മക്കളെ. രണ്ടാമത്തെ ചോദ്യം നോക്ക്. ഇതെങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസത്തിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിക്കോ, ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ ആൻറ്റിജനായി കണ്ട് ആ വാക്സിൻ എന്താവും? നമ്മൾ ആൻറ്റിബോഡിയെ പ്രവർത്തിച്ച് ആ രോഗകാരി, ഇനിയിപ്പം നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന യഥാർത്ഥ രോഗകാരി വന്നു കഴിഞ്ഞാൽ ആ രോഗകാരിയെ നശിപ്പിക്കാനല്ല, ലൈഫ് ലോങ് ആയിട്ടുള്ള എന്തുണ്ടാവും നമുക്ക്? നമ്മൾ ഇടയ്ക്ക് വാക്സിൻ്റെ ഡോസ് ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ലൈഫ് ലോങ് ആയിട്ട് ആ ഒരു പാത്തജനെ നമുക്ക് എന്താവും? റെസിസ്റ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക. വാക്സിൻ്റെ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്, വാക്സിൻ നമ്മളെ ബോഡിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ആണ്, കൃത്രിമ പ്രതിരോധവൽക്കരണത്തിൽ പെട്ടതാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? വാക്സിനായി ഉപയോഗിക്കുന്ന, നിങ്ങളോട് ചോദിക്കും വാക്സിൻ എക്സാമ്പിളും അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി എൻ്റെ മക്കൾ ക്ലിയർ ആക്കണം. അതിൽ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് വാക്സിൻ്റെ ഭാഗത്തിൽ. വാക്സിൻ നമ്മുടെ ബോഡിയിൽ എത്തുന്ന സമയത്ത് വാക്സിൻ എന്താക്കും? ആൻറ്റിബോഡി, അതായത് ആൻറ്റിജനെതിരെയുള്ള മരുന്നിൻ്റെ പേരല്ലേ ആൻറ്റിബോഡി ഉണ്ടാക്കും. ആ ആൻറ്റിബോഡി എന്താവും? നമ്മളെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു. അതാണ് ഈ ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. അൺലെസ് ഗിവൻ ഇൻഡിക്കേറ്റഡ് ഡിസീസ്. ഇത് കുറച്ച് രോഗങ്ങളുടെ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, കൊതുകുജന്യ രോഗം, മോസ്കിറ്റോസ് ഉണ്ടാക്കുന്ന ഡിസീസാണ് പറഞ്ഞു. രണ്ടാമത്തത് ദി എഫക്റ്റഡ് പാർട്ട് ഓഫ് ദി ബോഡി സ്വെൽ, അതായത് രോഗബാധയുള്ള ശരീരഭാഗം വീങ്ങുന്നു. കൊതുക് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു, ആ ശരീരഭാഗം വീങ്ങുന്നു. അപ്പം തന്നെ മനസ്സിലാക്കി ഇത് ഏത് രോഗം? നമുക്ക് മനസ്സിലായി ഏത് രോഗ? ഫൈലേറിയാസിസ്, മന്ത് രോഗമാണ്. നെയിം ദ ഡിസീസ്. ഒന്നാമത്തെ ചോദ്യം ഫൈലേറിയാസിസ്, മന്ത് രോഗം. എന്താണ് മക്കളെ? ഫൈലേറിയാസിസ്, ഇത് മന്ത് രോഗമാണ് സാർ. ഇതുണ്ടാക്കുന്ന കൊതുക് ഏതാ? ക്യൂലെക്സ് മൊസ്കിറ്റോ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെയാണ് ആ ഭാഗത്ത് സ്വെല്ലൻ അല്ലെങ്കിൽ വീങ്ങലിന് കാരണമാവുക? ഈ ക്യൂലെക്സ് മൊസ്കിറ്റോ, അതായത് ക്യൂലെക്സ് കൊതുകിൻ്റെ ശരീരത്തിനുള്ളിലാണ് ഫൈലേറിയൽ വേം ഉള്ളത്, ഫൈലേറിയൽ വിര. ഇത് നമ്മുടെ ശരീരത്തിൽ കുത്തിയിട്ട് നമ്മളെ ലിംഫ് വാഹികളിൽ തങ്ങി നിൽക്കും. ഓക്കെ, അങ്ങനെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ലിംഫിൻ്റെ ആ ഒരു സഞ്ചാരം ഉണ്ടല്ലോ, അത് അവിടെ ബ്ലോക്ക് ആവും. അങ്ങനെയാണ് ഇവർ എന്താവുന്നത്? അവിടെ സ്വെല്ലൻ, അവിടെ ഒരു വീങ്ങൽ ഉണ്ടാവുന്നത്. ആ ഭാഗത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പറഞ്ഞിരിക്കണം. ഫൈലേറിയാസിസ് പഠിച്ചു പോകണം, കൊതുകുകൾ മാറരുത്. ഓക്കെ, ഇനി അടുത്ത മലേറിയ ഉണ്ടാക്കുന്നത് ഏരാ? ഇവിടെ ക്യൂലെക്സ് മോസ്കിറ്റോ ആണെങ്കിൽ അത് അനോഫിലസ് മോസ്കിറ്റോ ആണ്. അത് ശ്രദ്ധിക്കണം, കൊതുകുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോ. A condition which cell multiply through abnormal and uncontrolled cell division and spread other part of the body. ഇത് ഏതാണ്? അസാധാരണവും അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥ. അപ്പോൾ നോക്കിക്കോ, ഹൗ ഡസ് ഡിസീസ് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദി ബോഡി? ഈ രോഗം മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെ? ഈ രോഗം ഏതാടാ? ഇത് ക്യാൻസറാണ്.
അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ, അനിയന്ത്രിതമായ കോശ വിഭജനം കണ്ടാൽ അവിടുന്ന് മനസ്സിലാക്കണം ഇത് ഏത് രോഗ? ക്യാൻസറാണ്. ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഏത് കൂടെയാണ്? ബ്ലഡിലൂടെയും ലിംഫിലൂടെയും. നോക്കിക്കോ, ക്യാൻസർ സെൽ സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദി ബോഡി ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ രക്തത്തിലൂടെയും ലിംഫിലൂടെയുമാണ് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ഇങ്ങനത്തെ ബി ക്വസ്റ്റ്യൻ നോക്ക്. ഇതാ, ഈ രോഗം ഉണ്ടാവാൻ കാരണം, അതായത് ക്യാൻസർ ഉണ്ടാവാൻ കാരണം, ഒന്ന് വേരിയേഷൻ, രണ്ട് ജനറ്റിക് ഡിസീസ്, മൂന്നാമത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈല്. സിഗരറ്റ് ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നൊന്നോ രണ്ടെണ്ണോ എഴുതാൻ പറഞ്ഞു, ഇവിടെ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു. ഇവിടെ തന്നു നോക്കി, ജനറ്റിക് ചേഞ്ചസ്, എൻവിയോൺമെന്റൽ ഫാക്ടർ, നമ്മുടെ പരിസ്ഥിതി ഘടകങ്ങൾ, അതേപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. മൂന്നാമത്തെ ലൈഫ് സ്റ്റൈൽ. 4 ഉണ്ട്, അതിലേതെങ്കിലും 2 ക്യാൻസർ ഉണ്ടാവാൻ കാരണം. ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലേ? ഏതാ? സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അങ്ങനെ ഒരുപാടുണ്ട്. അതിലേതെങ്കിലും 2 പഠിച്ചു പോവുക. ഓക്കെ, ഇനി അടുത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ. DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി യൂസ് ടു ഐഡന്റിഫൈ ദ ഇൻഡിവിജ്വൽ ബൈ അനലൈസിംഗ് ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്. അതായത് ന്യൂക്ലിയോടൈഡ് ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ, DNA ഫിംഗർ പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയിൽ എങ്ങനെയാണ് വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്? അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിരലടയാളല്ലേ, അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ന്യൂക്ലിയോടൈഡ് DNA ഉണ്ടാക്കിയത് ഏതുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡ് അല്ലേ? ആ ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണത്തിലും എന്തുണ്ട്? വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കിക്കോ, ഇതാ എവിടെ? വിരലടയാളം ഓരോരുത്തരും വ്യത്യസ്തമായതുപോലെ ന്യൂക്ലിയോടൈഡ് ക്രമീകരണം ഓരോ വ്യക്തികളിലും വ്യത്യാസമായിരിക്കും. ഈ സാങ്കേതിക വിദ്യയെ തിരിച്ചറിയുന്ന ഇത് എന്താവുന്നു? ഈ സവിശേഷത വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പം ഓരോ മനുഷ്യൻ്റെ ന്യൂക്ലിയർ സീക്വൻസ് അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ടാണ് നമുക്ക് എന്താവുന്നത്? ഇതിലൂടെ മനസ്സിലാവുന്നത്. ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നാണ് ഇതിൻ്റെ മറ്റു 2 ഉപയോഗങ്ങൾ. നമുക്ക് എന്താക്കാൻ പറ്റും? ഇപ്പോൾ ഒരു ക്രൈം നടന്നു, ഒരാൾ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പം നോക്ക്, എന്നെ ഒരാൾ കൊല്ലുന്ന സമയത്ത് ഞാൻ അയാളെന്തായി നല്ല രൂപത്തിൽ ഉപദ്രവിക്കാനും നോക്കുമല്ലോ. അപ്പോൾ എൻ്റെ വിരലടയാളത്തിൻ്റെ ഉള്ളിലൊക്കെ അയാളുടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും? അതിൻ്റെ DNA മാച്ചിങ് ചെയ്ത് നോക്കാൻ പറ്റും. അതല്ലേ നമ്മളെ ഫോറൻസിക്കാരെന്താ ചെയ്യുക? ആ ബോഡി മുഴുവൻ ചെക്ക് ചെയ്യും, ആ പരിസരം മുഴുവൻ ചെക്ക് ചെയ്യും. വേറെ ആരെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും ഭാഗങ്ങൾ കിട്ടുമോ നോക്കൂ. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കുറ്റവാളികളെ തിരിച്ചറിയാം. അതേപോലെ ഇപ്പം എന്തെങ്കിലും ഒരു അപകടം പറ്റി, ഇപ്പോൾ ഒരു പ്രകൃതി എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റർ എന്തെങ്കിലും സംഭവിച്ചു, ഉരുൾപൊട്ടല, അപ്പോൾ കയ്യിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കിട്ടിയത് ഒരു മനുഷ്യൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും ഒരു കയ്യിൻ്റെ ഭാഗം മാത്രം കണ്ടിട്ട് ഇത് എൻ്റെ കുട്ടിയാണെന്ന് ആർക്കും പറയാൻ പറ്റൂല. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഏത് കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതേപോലെ ഏതെങ്കിലും ഫോസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലം മുമ്പുള്ളതെന്നൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിലേതെങ്കിലും 1 2 ചോദിക്കുക, ഒരു 3 പഠിച്ചു പോയിക്കോട്ടോ, 2 ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ, അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു, ഈ 10ാമത്തെ ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസാ, അതായത് 1ാമത്തെ പരീക്ഷണ. ഇവിടെ ഗ്രീൻ കളേർഡ് പോട്ട്, യെല്ലോ കളേർഡ് പോട്ട്, പച്ച നിറമുള്ള ഫലം, മഞ്ഞ നിറമുള്ള ഫലം. അടുത്ത് റൈറ്റ് ദ ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ്. ഇതിലെ ഫീനോടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് F1 ഏതേക്കാണ് ഫീനോടൈപ്പ്? ഗ്രീൻ കളേർഡ്. അതിലെ ജീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ G. ഇവിടെ തന്നെ എഴുതാം. അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ G സ്മോൾ g അല്ലേ? ജീനോടൈപ്പാണത്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ പുറത്തേക്ക് എക്സ്പ്രസ് ആയത്. ക്യാപിറ്റൽ സ്മോൾ വരുന്നത് ഞാൻ പറഞ്ഞതാണ്. ക്യാപിറ്റൽ സ്മോൾ വരുമ്പോൾ പുറത്തേക്ക് ഏത് എക്സ്പ്രസ് ആവുക? ക്യാപിറ്റൽ G അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ G അവിടെ പുറത്തേക്ക് എക്സ്പ്രസ് ആവും. ഓക്കെ, സെറ്റാണല്ലോ, അത് നോക്കി വെക്കുക. ഇലുസ്ട്രേറ്റ് ദി സെൽഫ് പോളിനേഷൻ ഓഫ് F1 സെൽഫ് പോളിനേഷൻ എഴുതാൻ പറഞ്ഞു. ഇതിവിടെ നമ്മൾ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഗാമേറ്റ്സ് ക്യാപിറ്റൽ G സ്മോൾ g, ക്യാപിറ്റൽ G സ്മോൾ g ഇങ്ങനെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ക്യാപിറ്റൽ G സ്മോൾ g, ക്യാപിറ്റൽ G സ്മോൾ g. അതിൻ്റെ റേഷ്യോ എത്ര കാരം? 3:1. 3 എന്തേ കാരം? ഗ്രീനും 1 എന്തേ കാരം? യെല്ലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. F1 ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതുക. ഇങ്ങനൊരു സാധനം തന്നിട്ട് ഇതിൻ്റെ ജീനോടൈപ്പ് ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്നും നോക്കണ്ട. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റലുള്ളത് തന്നെ പറയാം. അതാണ് ഉയരം കൂടിയതും പച്ച നിറത്തിലുള്ള ഫലം, ടാൾ ഗ്രീൻ കളേർഡ് പോഡ്. ഇതാണ് എഴുതി വെക്കുക. ഇനി ഇതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എഴുതുക? ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ G സ്മോൾ g. ഇതാണ് ഇതിൻ്റെ ജീനോടൈപ്പ്.
ഓക്കെ, F1 തലമുറയുടെ സ്വപരാഗണം നടത്തുമ്പോൾ മാതൃസസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി F2 തലമുറയിൽ ഉണ്ടാകുന്ന പുതിയ ഗുണങ്ങൾ ഏതെല്ലാം? F2 ഉണ്ടാകുന്ന പുതിയ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ. ഒന്നെന്താ? ഉയരം കൂടിയ മഞ്ഞ നിറത്തിലുള്ള ഫലം, ഉയരം കുറഞ്ഞ പച്ച നിറത്തിലുള്ള ഫലം. ടോൾ പ്ലാന്റ് വിത്ത് യെല്ലോ പോഡ്, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് ഗ്രീൻ പോഡ്. ഓക്കെ, ഇതാണ് നോക്കുക. ഇനി ഇവിടെ ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മെൻ്റലിൻ്റെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു മഞ്ഞ പെട്ടി ഉണ്ട്. അതായത് മെൻ്റലിൻ്റെ പോർട്ട്സ്ലേസിലെ 5ാമത്തെ പോർട്ട്സ്ലേസ് ആയിട്ട് നമുക്ക് പറയാം. 2ഓ അതിലധികമോ വ്യത്യാസ സ്വഭാവങ്ങൾ കൂടി ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവം പരസ്പരം കൂടിക്കളയാൻ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കുന്നു. ഈ സാധനങ്ങളുണ്ടല്ലോ, when 2 or more different traits are combined, ഈ traits are inherited independent next generation without mixing each other. ഈ സാധനം ഉണ്ടല്ലോ, മെൻ്റലിൻ്റെ പോർട്ട്സ്ലേസിലെ മൂന്നാമത്തതും നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്താ മെൻ്റലിൻ്റെ പോർട്ട്സ്ലേസിലെ ആ ലാസ്റ്റ് പെട്ടിയുള്ളതും നമുക്ക് എഴുതാം. അതുകൊണ്ടാണ് അവിടെ എന്താവത് പുതിയ സ്വഭാവം കാണാത്തത്, പുതിയ സ്വഭാവം അവിടെ എക്സ്പ്രസ് ആയത്. അത് എഴുതി വെക്കണം. അതിൻ്റെ റേഷ്യോ എത്രയും ഓർമ്മ ഉണ്ടാ? മെൻ്റലിൻ്റെ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് റേഷ്യോ 9:3:3:1 ആണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇനി 11ാമത്തെ നോക്കിക്കോ. തന്നിരിക്കുന്ന പ്രസ്താവന വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. വ്യതിയാനങ്ങളാണ് സ്പീസിയേഷന് നയിക്കുന്നത്. വേരിയേഷൻ ലീഡ്സ് ടു സ്പീസിയേഷൻ. അപ്പോൾ സ്പീസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് സ്പീസിയേഷൻ? എന്താണ് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കോമൺ ആൻസിസ്റ്റർ, ഒരു പൊതുപൂർവികനിൽ നിന്നും പുതിയ സ്പീഷീസ് ഉണ്ടാവുന്ന, പുതിയൊരു ജീവവർഗം ഉണ്ടാവുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? സ്പീസിയേഷൻ. അടുത്ത്, വ്യതിയാനങ്ങൾക്ക് കാരണം എന്ത്? വാട്ട് ആർ ദ കോസസ് ഓഫ് വേരിയേഷൻ? ഈ വേരിയേഷന് കാരണം എന്ത്? ഇങ്ങോട്ട് നോക്കിക്കോ. പ്രോസസ് ഓഫ് ന്യൂ. എന്താണ് സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ? പ്രോസസ് ഓഫ് ഇൻ വിച്ച് ന്യൂ സ്പീഷീസ് അറൈസ്ഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ ഈസ് കാൾഡ് സ്പീസിയേഷൻ. ഒരു പൊതുപൂർവികനിൽ നിന്ന് പുതിയ സ്പീഷീസിൽ ഉണ്ടാകുന്ന പ്രക്രിയയാണ് സ്പീസിയേഷൻ. അങ്ങനെ സ്പീസിയേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, വേരിയേഷൻ്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാണ് എക്കോളജിക്കൽ ഫാക്ടർ, പാരിസ്ഥിതികമായിട്ടുണ്ടാകുന്ന മാറ്റം. 3 മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം, ജനറ്റിക് റീകോമ്പിനേഷൻ, ജനിതക പുനഃസംയോജനം. ഇതൊക്കെ വേരിയേഷന് കാരണങ്ങളാണ്. 2ാം ചാപ്റ്ററിൽ നിന്ന് സ്പീസിയേഷൻ്റെ ഭാഗം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. സ്പീസിയേഷൻ്റെ ഭാഗം പഠിച്ചിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 3ാമത്തോടെ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് സ്പീഷ്യസിലേക്ക് നയിക്കുന്നത്? How does the variations leads to the speciation? ഇതെങ്ങനെയാണ്? Favorable variations are passed to next generation and more variation accumulate over time leads to the evolution of new species. അതായത് ഫേവറബിൾ വേരിയേഷൻസ് ഒക്കെ നെക്സ്റ്റ് ജനറേഷൻക്ക് കൈമാറും. ഇതൊക്കെ നമ്മളെ 2ാം ചാപ്റ്റർ എടുത്ത സമയത്ത് ഡീറ്റെയിലായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് എൻ്റെ മക്കൾ നോക്കേണ്ടത്. സ്പീസിയേഷൻ്റെ ഭാഗം കൃത്യമായി നോക്കണം. ഇന്ന് നമ്മൾ MS പ്രഡിക്ഷനിൽ എങ്ങനെ സ്പീസിയേഷൻ നടക്കും എന്നൊക്കെ സാർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇന്ന് 5 മണിക്ക് പറഞ്ഞു തരും കേട്ടോ. മക്കൾ കൃത്യമായിട്ട് ആ ലൈവ് കണ്ടിരിക്കണം. ഞാൻ എല്ലാം പെട്ടെന്ന് പറഞ്ഞു തരും. ഓക്കെ, ഇനി കണ്ണിൻ്റെ ചിത്രം പകർത്തി വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കണേനാണ് 1 മാർക്ക്. അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. AB എന്നീ ഭാഗം, ഇത് സിലിയറി മസിലാണ്. ഇതെന്താണ്? ബ്ലൈൻഡ് സ്പോട്ട്, അന്ധബിന്ദുവാണ്. അടുത്ത വസ്തുക്കൾ നോക്കുമ്പോൾ A എന്ന ഭാഗത്ത്, അതായത് നിയർ ഒബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് Aക്ക് ഉണ്ടാവുന്ന സിലിയറി മസിലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിയർ ഒബ്ജക്റ്റിൽ നോക്കുന്ന സമയത്ത് സിലിയറി മസിൽ കോൺട്രാക്റ്റ്, സങ്കോചിക്കുന്നു. ലെൻസിൻ്റെ വക്രത, കർവേച്ചർ കൂടുന്നു. ലിഗമെന്റ് അയയുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇത് നമ്മൾ പറഞ്ഞതാണല്ലോ. സിലിയറി മസിൽ when look at near object, ciliary muscle contract, ligament get looses and curvature of convex lens increases. ഇത് നമ്മൾ പറഞ്ഞതാണ്. അത് അതേപോലെ പഠിക്കുക. ഇനി നമ്മൾ MS പ്രഡിക്ഷനിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. 13ാമത്തെ ഈ ക്വസ്റ്റ്യൻ, ഇതെന്താണ്? ഫാഗോസൈറ്റോസിൻ്റെ ചിത്രമല്ലേ? ഈ പ്രോസസ്സ് ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതാനാ. ഫാഗോസൈറ്റോസിൻ്റെ ചിത്രം നമുക്കറിയാം. ആദ്യം പാത്തജൻ്റെ അടുത്തേക്ക്, ഇതാണ് പാത്തജൻ, രോഗകാരി എന്ന് കൂട്ടി. ആദ്യം ഫാഗോസൈറ്റ്സ്, ഇങ്ങനെ വിഴുങ്ങി നശിപ്പിക്കുന്ന സെൽസ്, കോശങ്ങളെ വിളിക്കുന്ന പേരല്ലേ ഫാഗോസൈറ്റ്സ്. ആദ്യം അവർ ശരീരത്തിനടുത്തെത്തും. എത്തിയിട്ട് ഇവരെ വിഴുങ്ങും, എൻഗൾഫ് ചെയ്തിട്ട് ഇവരെ ശരീരത്തിൻ്റെ ഉള്ളിൽ അറേക്കാക്കും അല്ലേ? അപ്പം അതിൻ്റെ പേര് ഫാഗോസോം. മാറരുത്. ആ ഫാഗോസോമിലേക്ക് ലൈസോസോമും കൂടി ചേരും. ലൈസോസോം എൻസൈം ശരീരത്തിൽ കയറും. അപ്പം അതിൻ്റെ പേര് മാറും ഫാഗോലൈസോസോം. അങ്ങനെ ഫാഗോലൈസോസോമായി കൂടി ചേർന്നിട്ട് അതിനങ്ങ് നശിപ്പിച്ചിട്ട് ആ വേസ്റ്റിനെ എന്താക്കും? പുറത്തേക്ക് വിടും. ഈ ഒരു ഭാഗം നമ്മൾ MS പ്രഡിക്ഷനിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഹോർമോൺ വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. സ്റ്റോർ ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്നു. അപ്പോൾ പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന 2 ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഹാവ് ടു മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദി ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ വാട്ടർ ബാലൻസ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ADH വാസോപ്രസിനെ കുറിച്ചാണ്. ADH എന്ന് പറഞ്ഞാലും
ADH അല്ലെങ്കിൽ എന്താണ് വാസോപ്രസിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഹോർമോൺ പറഞ്ഞത്. വിച്ച് ഹോർമോൺ മെൻഷൻ ഹിയർ? ഇവിടെ മെൻഷൻ ചെയ്ത ഹോർമോൺ ഏതാണ്? വാസോപ്രസിനാണ്. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ്? ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥി ഏതാ ചോദിച്ചു. അതാണ് ഹൈപ്പോതലാമസ്. ഏതാണ്? ഹൈപ്പോതലാമസ്. How does this hormone maintain water balance of the body during summer and winter? സമ്മറിലും വിൻ്ററിലും എങ്ങനെയാണ്? സമ്മർ നല്ല വേനൽക്കാലത്ത് സംഭവിക്കുന്നുണ്ടാ? വേനൽക്കാലത്ത് നമ്മൾ അമിതമായിട്ട് വിയർക്കാൻ തുടങ്ങുക. അമിതമായി വിയർക്കുമ്പോൾ നമ്മളെ ബോഡിയിലെ വാട്ടർ ലോസ് അമിതമായിട്ടുണ്ടാവും. അപ്പോൾ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം കൂടും. വാസോപ്രസിൻ വന്നു കഴിഞ്ഞാൽ കിഡ്നിന്ന് വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം വർദ്ധിപ്പിക്കും. അല്ലേ? ഇൻക്രീസ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം കിഡ്നി. വൃക്കയിൽ നിന്നുള്ള പുനരാകിരണം വർദ്ധിപ്പിക്കും. മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ ഡിഗ്രീസസ്. ഈ 3 പ്രത്യേകതയാണ് സമ്മറിൽ പഠിക്കേണ്ടി. വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. കാരണം വിയർത്തുകൊണ്ടിരിക്കുമ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും. കിഡ്നിയിൽ നിന്നുള്ള റീഅബ്സോർപ്ഷൻ പുനരാകിരണം കൂടും. വെള്ളം മുഴുവെടുക്കും. കിഡ്നിയിൽ നിന്നുള്ള വെള്ളത്തെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് എന്താവും? കുറയും. അത് ഓർത്ത് വെക്കുക. അടുത്ത് ഇവാലുവേഷൻ അല്ലേ? ഹോർമോൺ തകരാറുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാ? ഹോർമോൺ ഡിസോർഡേഴ്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. നോക്കിക്കോ. റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒക്കെ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്, വളർച്ച കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. നെയിം ദ ഹോർമോൺ ഡിസോർഡേഴ്സ് മെൻഷൻ ഹിയർ. ഇവിടെ നടത്തുന്ന 2 ഹോർമോൺ ഡിസോർഡേഴ്സ് ഇത് വളർച്ച കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു. ഒന്നാണ് ഡ്വാർഫിസം, മറ്റേതാണ് ജൈജാൻറ്റിസം. ഒന്നാണ് വാമനത്വം, മറ്റേത് ഭീമാകാരത്വം. വളർച്ച കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് പറയാം. എന്നാൽ വളർച്ച കാലഘട്ടത്തിന് ശേഷമാണെങ്കിലോ അക്രോമെഗാലി. ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ആണെങ്കിൽ അക്രോമെഗാലി. ഇവിടെ ഒരു തന്നെന്താ? വളർച്ച കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. അതാണ് ഡ്വാർഫിസും ജൈജാൻറ്റിസും. അടുത്ത് ഇതിനൊക്കെ സിംറ്റംസ്. ഡ്വാർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോക്സ് നോക്ക്. ഡ്വാർഫിസം പറഞ്ഞാൽ സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ ഗ്രോത്ത് ഫേസിൽ, സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വളർച്ചാ ഘട്ടത്തിൽ കുറയാണെങ്കിൽ അതാണ് എന്ത്? ഡ്വാർഫിസം. അതിന് കാരണം സ്റ്റൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുക. അടുത്തതാണ് വളർച്ച കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജൈജാൻറ്റിസം. എക്സസീവ് ബോഡി ഗ്രോത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ മക്കളെ. ഈ ചിത്രം നോക്കുക, നല്ല ഇമ്പോർട്ടൻ്റ് ആയ ചിത്രമാണ് ഈ ചിത്രം. നോക്കുക, ഇവിടെ ടെക്നോളജി, ഇവിടെ ഏത് ടെക്നോളജിയാണ് ഇവിടെ നോക്കുന്നത്? പിന്നെ ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയത് എന്താണ്, വൈ എന്ന് അടയാളപ്പെടുത്തിയതാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ ഈ ചിത്രം നോക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് മനസ്സിലാവും ഇത് ക്രിസ്പർ ടെക്നോളജി ആണല്ലോ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയ GRNA ആണ്. GRNA ധർമ്മം, ഫങ്ഷൻ എന്താ? ടാർഗറ്റ്, അതായത് ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ്. ഏതാണോ നമുക്ക് മുറിച്ചു കളയേണ്ട ജീന് അതിനെ ടാർഗറ്റ് ചെയ്യുക. അത് ഇവിടെയാണ്. അതിൻ്റെ ആ ഒരു പൊസിഷൻ കാണാനാണ് ആരുള്ളത്? GRNA ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ വൈ എന്ന് അടയാളപ്പെടുത്തിയത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് Cas9 എൻസൈം. അതെന്തിനാണ്? ആ GRNA കണ്ടുപിടിച്ച ജീനിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? Cas9 എൻസൈം. ഈ ഭാഗത്തുനിന്ന് ചോദിക്കും. ഇതില്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, പബ്ലിക് എക്സാം ഉണ്ടാവില്ല. ഇതിലേതെങ്കിലും ഒന്നിൽ ചോദിക്കും, നിർബന്ധമാണ്. Cas9 എൻസൈമോ GRNA കുറിച്ച് ചോദിച്ചിരിക്കും. ഈ ടെക്നോളജിയെക്കുറിച്ച് ചോദിച്ചിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എന്താവണം? അത് പഠിച്ചിരിക്കണം. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതെല്ലാവർക്കും അറിയാം. ഈ ഒരു ചിത്രം നോക്കിയിട്ട് ഇതിലെവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? സെറിബ്രം ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെറിബ്രമാണ്. ഇത് മെഡുല്ല ഒബ്ലാങ്കേറ്റ് തന്നു, അല്ല ഇത് സെറിബെല്ലമാണ് സാറേ. ഇത് മിഡ് ബ്രെയിൻ്റെ ഭാഗം ശരിയാണ്. ഇത് തലാമസോൽ തന്നു, ഇത് തെറ്റാണ്. ഇത് പോൺസ് ആണ്. അപ്പോൾ ഇതെന്താണ്? സെറിബെല്ലമാണ്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിട്ടോ, മിസ്റ്റേക്കുള്ള ഭാഗം അടയാളപ്പെടുത്തി. ഇത് സെറിബെല്ലം, ഇത് പോൺസ്. ഇവരെ ഓരോരുത്തരും റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് കറക്റ്റ് പാർട്ട്. ഇതിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ മെഡിൽ നമ്മുടെ പോൺസിൻ്റെ ഫങ്ഷൻ എന്താ? കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ഓഫ് ദ ഐ ആൻഡ് ഫേസ്. പിന്നെന്താ? റെഗുലേറ്റ് റേറ്റ് ഓഫ് വെന്റിലേഷൻ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞത്, 2 എഴുതിക്കോ. അതായത് നമ്മളെ കണ്ണിലും മുഖത്തുള്ള പേശികളുടെ സങ്കോചം, പിന്നെ അതേപോലെ തന്നെ വെന്റിലേഷൻ്റെ അളവ്, ശ്വാസോച്ഛ്വാസ നിരക്ക് എന്താവുന്നു? നിയന്ത്രിക്കുന്നു. അടുത്ത സെറിബെല്ലം എന്ന് പറഞ്ഞാൽ എന്താ? കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി ബൈ കോർഡിനേറ്റിംഗ് മസ്കുലർ ആക്ടിവിറ്റി. ശരീരപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില സാധ്യമാക്കുന്നു. ഓർത്തുവെക്കണം, സെറിബെല്ലം. അടുത്ത് ഹൗ ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ്. നമ്മുടെ ബ്രെയിൻ, മസ്തിഷ്കം എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തത്? ആദ്യം നമുക്ക് എന്തുണ്ട്? സ്കള്ള്, തലയോടുണ്ട്. ആ തലയോട് കഴിഞ്ഞിട്ട് 3 എന്തുണ്ട്? മെനിഞ്ചസ് ഉണ്ട്. 3 layers ഓഫ് മെനിഞ്ചസ്, 3 പാളികളോട് കൂടിയ മെനിഞ്ചസ് ഉണ്ട്. ഓക്കെ, ആ മെനിഞ്ചസിനുള്ളിൽ നമുക്ക് എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതൊക്കെ നമ്മളവിടെ മെൻഷൻ ചെയ്യാം.
ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ എഴുതണം. ഇനി അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് എക്സ് എ എന്ന് തന്നിന് ബി തന്നി. ഇതാണ് സെൻട്രൽ കനാൽ. ഇത് സ്പൈനൽ കോഡിൻ്റെ ചിത്രമല്ലേ? ഇതാണ് സെൻട്രൽ കനാൽ. ഇതാണ് എന്ത്? നമ്മുടെ സ്പൈനൽ നെർവ്, സുഷുമ്ന നാഡി. ഓക്കെ, ഐഡന്റിഫൈ ദ ഫ്ലൂയിഡ് പാർട്ട് ലേബിൾഡ് എക്സ്. ഇവിടെ കാണുന്ന ഫ്ലൂയിഡ് ഏതാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ദ്രവം. റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? 4ഓളം ഫംഗ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും 2 എഴുതുക. ഒന്ന് ഏതാണ്? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ടിഷ്യൂ, അത് സെൻട്രൽ നെർവസ് സിസ്റ്റം. പിന്നെ എലിമിനേറ്റ് വേസ്റ്റ്, പിന്നെന്താണ്? റെഗുലേറ്റ് പ്രഷർ. അങ്ങനെ ഏതെങ്കിലും എഴുതുക. 2 എഴുതുക. സെറിബ്രോ സ്പൈനൽ ദ്രവം ബ്രെയിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കണ്, മസ്തിഷ്കത്തിൻ്റെ ഭാഗത്തും പഠിച്ചിട്ടുണ്ട്. 2 സെയിം ആണ്. ഹൗ പാർട്ട് ബി ഇസ് ഫോംഡ്. പാർട്ട് ബി എങ്ങനെയാണ് ഉണ്ടാവുക? ഇതാണ് എന്താണ്? സ്പൈനൽ നെർവ്, സുഷുമ്ന നാഡി. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടി ചേർന്നിട്ടല്ലേ ഈ സ്പൈനൽ നെർവ് ഉണ്ടാവുന്നത്? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും. നോക്കി, വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഡോർസൽ റൂട്ടിൻ്റെയും വെൻട്രൽ റൂട്ടിൻ്റെയും ഫംഗ്ഷൻ എന്താ? ഡോർസൽ റൂട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരി മെസ്സേജസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി ടു സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള ആവേഗങ്ങളെ നേരെ എത്തിക്കുക. സ്പൈനൽ കോഡ് സുഷുമ്നയിലേക്ക് എത്തിക്കണം ഡോർസൽ റൂട്ട്. വെൻട്രൽ റൂട്ടിൻ്റെ പ്രത്യേകത എന്താ? സ്പൈനൽ കോഡിൽ നിന്ന്, സുഷുമ്നയിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏത് റൂട്ടാ? വെൻട്രൽ റൂട്ടാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് അത് പഠിച്ചിരിക്കണം. ഇനി നോക്കിക്കോ, അടുത്ത ഈ ചിത്രം നോക്കുക. FBS ഷുഗറുമായി ബന്ധപ്പെട്ടതാണ് ചെന്നിട്ടുണ്ട്. വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റിസ്. ഇതിൽ ആർക്കാണ് പ്രമേഹ രോഗം ഉള്ളത്? അപ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന് നോർമൽ ഗ്ലൂക്കോസിൻ്റെ അളവ് FBS എത്ര വേണ്ടി? 70 to 100. ഇവിടെ നോക്കുന്ന സമയത്ത് 100ന് മുകളിലുള്ളത് ഒരൊറ്റ ഒരാൾക്കുള്ളൂ, വ്യക്തി ബി, പേഴ്സൺ ബിക്കല്ലേ? ഓക്കെ, ഹൗ ക്യാൻ ബി ഐഡന്റിഫൈ ത്രൂ ദി ഗ്രാഫ് അനലൈസ്. ഇതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതണം. നോർമൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്താ? 70 to 100 mg/dl ആണ്. ഇയാൾക്ക് എന്താണ്? കൂടുതലാണ്, 180 ആണ്. അപ്പോൾ ഇയാൾക്ക് കൂടുതലാണ്. അടുത്ത്, ഇയാൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ടൈപ്പ് എ ഡയബറ്റിസ് ആണ് ഇയാൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയബറ്റിസ് ഷുഗർ 2 തരത്തിലുണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ഓഫ് ബീറ്റാ സെൽ, ബീറ്റാ കോശങ്ങളുടെ നാശം കൊണ്ടല്ലേ. അപ്പോൾ ആ ഒരു പെട്ടിയുണ്ട് ഗ്ലൂക്കോസിൻ്റെ ഭാഗത്ത്, നോക്കി വെക്കണം. ബീറ്റാ കോശങ്ങളുടെ നാശങ്ങൾ കൊണ്ടല്ലേ നമുക്ക് എന്തുണ്ടാവുന്നത്? ഡാമേജ് ഓഫ് ബീറ്റാ സെൽ. ബീറ്റാ സെല്ലല്ലേ എന്തുണ്ടാക്കുക? ഇൻസുലിൻ ഉണ്ടാക്കുക. ബീറ്റാ കോശങ്ങളല്ലേ ഇൻസുലിൻ ഉണ്ടാക്കുക. അപ്പോൾ അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ കുറക്കണേതാ? ഇൻസുലിനാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഓർത്ത് വെക്കണം. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ റീസൺസ് ഓഫ് ഇൻക്രീസ് ടൈപ്പ് 2 ഡയബറ്റിസ് ഇൻ ചിൽഡ്രൻ. ടൈപ്പ് 2 കുട്ടികളിൽ കൂടുതൽ കാരണം. അപ്പോൾ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിക്രീസസ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയാം. ഡയബറ്റിസ് ഉണ്ടാവാൻ, പ്രമേഹ രോഗം ഉണ്ടാവാൻ 2 കാരണങ്ങളാണ്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ബീറ്റാ കോശങ്ങളുടെ നാശം, ഡാമേജ് ഓഫ് ബീറ്റാ സെൽ. ബീറ്റാ കോശത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുക, അത് അവിടെ എഴുതുക. ഇനി അടുത്താണ് ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയുക, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയാം. പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിക്രീസസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ. അതായത് ഭക്ഷണത്തിനൊന്നും ഒരു കൺട്രോൾ ഇല്ലാതെ വെക്കുക, നിയന്ത്രണം ഇല്ലാതെ വെക്കുമ്പോഴാണ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുക. ഇനി അടുത്ത്, ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഏതൊക്കെ രോഗത്തിന് കാരണമാവും? കിഡ്നി ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, അതേപോലെ തന്നെ ലിവർ ഡിസീസസ്, അതായത് കരൾ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം നമ്മളെ ബോഡിക്ക് ഉണ്ടാവും. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 1 or 2 എഴുതുക. കൺട്രോൾ റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെസിസ്റ്റൻസ് ഇൻസുലിൻ. ഓക്കെ, റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി, അതായത് കിഡ്നിയുമായി ബന്ധപ്പെട്ടത്, ന്യൂറോളജി, അതേ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ എന്തുണ്ടാവും? ഡാമേജ് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. 4 മാർക്കിനാണ് എൻ്റെ മക്കളോട് ചോദിച്ചത്, ഗ്ലൂക്കോസിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചത്, അത് കിട്ടിയിരിക്കണം. അപ്പോൾ ടൈപ്പ് സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ബി ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ മറക്കണ്ട, ഇന്ന് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൃത്യം 5 മണിക്ക് എൻ്റെ മക്കൾ എന്താകണം? നമ്മളെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് വന്നോ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 5 മണിക്ക് വല്ല ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് എല്ലാവരും കൂട്ടിയിട്ട് വന്നോ, നമ്മൾ സെറ്റാക്കും. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഓക്കെ.